സമയം കഴിയുമ്പോൾ ജോലി കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ജോലി ആക്കി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ മൂന്ന് കൂട്ടരും, ദാറ്റ് മീൻസ് അലൈവിലെ എല്ലാ സ്റ്റാഫും, കുട്ടികളും, പാരന്റ്സും ഒരുമിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് എത്താനുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു ബസ്സിൽ പോണ്ടേ? പല ബസ്സിൽ പോയാൽ പല സ്ഥലത്തല്ലേ എത്തുള്ളൂ, പല സമയത്തും പല സ്ഥലത്തല്ലേ എത്തുള്ളൂ. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് പോകണമെങ്കിൽ ഒന്നിച്ച് പോകണം, അത്രയേ ഉള്ളൂ. Motivational speaker and English trainer. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് എൻജോയ് ചെയ്യില്ലേ? Yes or no? Yes. അല്ലേ? അതെ. അതെ. സഞ്ജു സാംസനെ അറിയുന്ന എത്ര പേരുണ്ട്? സഞ്ജു സാംസൺ അറിയില്ലേ? അതിന് അവരെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന പാരന്റ്സിന്റെയും ഡ്യൂട്ടി. ആക്ച്വലി നിങ്ങളുടെ മക്കൾ നന്നായി കാണാനല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ ശനിയാഴ്ച ഈ സമ്മർ വെയിലും കൊണ്ടിട്ട് വരാൻ കാര്യം ഉണ്ടായിരുന്നു. ഈ കോഴ്സ് ചെയ്താൽ നമുക്ക് ഇവിടെ ജോലി കിട്ടും, എന്തായിരിക്കും നമ്മുടെ മാസ വരുമാനം, ഇതൊക്കെ അറിയാനാണ് ഇവിടെ ഇരിക്കുന്ന പലർക്കും ആഗ്രഹം ഉണ്ടായിരിക്കുക. അതിനോടൊപ്പം തന്നെ ഈ കോഴ്സിനെ പറ്റി അറിയാനായിട്ട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പൈസ ചെലവാക്കുന്ന മാതാപിതാക്കൾക്കും ഉണ്ടായിരിക്കും. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ logistics is a part of supply chain management. We can say that it is the backbone of that supply chain management. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ലോജിസ്റ്റിക്സ്. അതുകൊണ്ടാണ് അതിനെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പറയുന്നത്. അല്ലാതെ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഇൻഡിപെൻഡന്റ് നിൽക്കുന്ന ഒരു വിഭാഗമല്ല. അതും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പെടുന്നതാണ്. പക്ഷേ അതിന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ് അതിനെ സപ്ലൈ ചെയിൻ നിർത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതുപോലെ സംസാരിച്ചാൽ മതി, ഇന്റർവ്യൂവിന് വേണ്ടി പോകും. നമുക്ക് എല്ലാ ആഴ്ചയിലും പ്രസന്റേഷൻ, ഡിബേറ്റ്, വെബിനാർ ഇതൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ നമ്മൾ സംസാരിക്കണം, ഡിബേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ സംസാരിക്കണം, പിന്നെ പ്രസന്റേഷൻ എങ്ങനെ എടുക്കണം, ഏത് ടോപ്പിക് സെലക്ട് ചെയ്യണം, എങ്ങനെ എടുക്കണം, എത്ര നേരം സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മിസ്സുമാരെ നമുക്ക് പറഞ്ഞു. അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് തരും. നമ്മൾ ചെയ്യാനുള്ള കറക്റ്റ് മാത്രം നമുക്കുള്ളൂ. അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലെവലിലെത്താം. നമുക്കിപ്പോൾ പറയുമ്പോൾ ഒരു 17,000, 27,000, 30,000 ഒക്കെ സാലറി ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ പൂജ കൂടി കൊണ്ടുപോകും. അത്ര നല്ല ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മുടെ കഴിവ് പോലെ ഇരിക്കും. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ടീച്ചർമാരുണ്ടായിരിക്കും, സാർമാരുണ്ടായിരിക്കും, എല്ലാവരും ഉണ്ടായിരിക്കും. നമ്മളിവിടെ വന്ന് എന്ത് പെർഫോമൻസ് ചെയ്യണം അതിനനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം.